ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു എണ്ണയില്ലാത്ത അടിപൊളി ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും. നമുക്ക് എങ്ങനെയാണ് സ്നാക്ക് ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നേരിട്ട് മിക്സിയിൽ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യം അതിലേക്ക് ഒരു ഗ്ലാസ് മൈദയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പാലാണ്. പാല് നമുക്ക് അത് അരയാൻ പാകത്തിന് വേണം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ. കൂടി പോകാനും പാടില്ല, കാരണം നമ്മൾ ആ ബാറ്റർ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഒന്ന് അരയ്ക്കുക. അരച്ചിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. അത് അതിൻ്റെ പരിവം പറഞ്ഞാൽ ഞാൻ അപ്പോൾ അത് അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്ത് അരച്ചു കൊടുക്കുക. ഇതുപോലത്തെ വേണം നമുക്ക് അതിൻ്റെ ബാറ്റർ കിട്ടാൻ. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരക്കുക. എന്നിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യമേ ഒരുപാട് ഒഴിച്ച് ചിലപ്പോൾ അത് ലൂസായി പോവും. അപ്പോൾ അതിനാണ് നോക്കിയിട്ട് പിന്നെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബാറ്ററോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാതെ ഇതേപോലെ ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. എനിക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമ്മൾ സാധാ നെയ്യിൽ പഴം വാട്ടിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം. നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ഒരു 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാൻ ഏലക്കയാണ് ഇപ്പോൾ അങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്തത്. അതൊന്ന് പകുതി ഹാഫ് ആടിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. തേങ്ങ കൂടിയാലും കുഴപ്പമില്ല, അത് ടേസ്റ്റ് കൂടുള്ളൂ. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ആ പഴത്തിൽ കിടന്നിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് സെറ്റായി തരുന്നതെന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതാ ഈ പരിവാവണ സമയമാകുമ്പോൾ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഷുഗർ നമുക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഷുഗർ ഞാൻ കുറച്ച് മധുരം വേണമല്ലോ, സ്നാക്ക് മധുരം ഉള്ളതില്ല. അപ്പോൾ ചില പഴങ്ങൾ നല്ല മധുരം ഉണ്ടാവും, ചിലത് അത്ര മധുരം ഉണ്ടാവില്ല. എന്നാലും ഷുഗർ നമുക്ക് എത്ര വേണമെങ്കിൽ അനുസരിച്ച് നോക്കിയിട്ട് അതിനിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും വാട്ടെടുക്കുക കേട്ടോ. ആ ഷുഗറും പഴവും തേങ്ങയ്ക്ക് ഒന്ന് സെറ്റാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. അതിൽ മാറ്റിയതിന് ശേഷം നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ബാറ്റർ അതിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് നൈസ് വേണ്ട, കുറച്ച് കട്ടിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ഓവർ കട്ടിയും പാടില്ല. അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പാൻ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ നിരത്തി കൊടുത്താലും മതി. അതിന് ശേഷം ഈ പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പഴത്തിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി ബാറ്റർ ഉണ്ടല്ലോ, ബാക്കി ഒരു ബാറ്റർ ഉണ്ടാവും, അത് ഇതുപോലെ മേൽക്കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ആ പഴത്ത് അതെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും ഒഴിച്ച് കൊടുക്കുക. ആ പഴം തേങ്ങയൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ എന്താ ഫുള്ളായിട്ട് ഇവിടെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വരെ ഇത് വെന്ത് കിട്ടണം. നമുക്ക് അത് വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കത് തുറന്ന് നോക്കി തന്നെ അറിയാൻ പറ്റും ആയിട്ടുണ്ടോ എന്താണെന്ന്. ആയിട്ടില്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്തിട്ട് അതാവുന്ന വരുന്ന വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. 3-4 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ മീഡിയത്തിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ മറിക്കാൻ പറ്റിയില്ലെങ്കിൽ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മെല്ലെ അതിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടി മെല്ലെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അടികളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കട്ടെ. 2-3 മിനിറ്റ് അടച്ച് വെക്കുക. അതിന് ശേഷം നമുക്ക് തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് വേഗം സെറ്റായിട്ടുണ്ടാവും. നമുക്കിതാ ഇതുപോലെ എടുത്ത് മാറ്റണം. നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ അടച്ച് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ മേൽഭാഗവും അടിഭാഗം നല്ല സെറ്റായി കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കത് കട്ട് ചെയ്യാം. എണ്ണൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കണ്ടാക്കി കൊടുത്താൽ അങ്ങനെ പെട്ടെന്ന് നമ്മൾ കഴിച്ചോളും. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ആ പഴമാണെങ്കിലും തേങ്ങയും ആ പഞ്ചസാരക്കും ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും 1 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.